നമസ്തേ. ലോകത്തിലെ ഏറ്റവും സമ്പന്നവും വികസിതവുമായ രാജ്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ പലപ്പോഴും ഉയർന്നു വരുന്ന ഒരു പേരാണ് സിംഗപ്പൂർ. വിസ്തീർണത്തിൽ ചെറിയൊരു രാജ്യം, പ്രകൃതി വിഭവങ്ങൾ പോലും പരിമിതം. എന്നാൽ സാമ്പത്തിക ശക്തിയിൽ ലോകത്തിലെ വൻ രാജ്യത്തോടൊപ്പം മത്സരിക്കുന്ന അത്ഭുത മാതൃക. അതിനിടെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ പ്രചരിച്ച ഒരു കണക്ക്, സിംഗപ്പൂരിലെ ഓരോ വ്യക്തിയുടെയും വാർഷിക വരുമാനം 66 ലക്ഷം രൂപയ്ക്ക് മുകളിൽ. ഇത്രയും ഉയർന്ന വരുമാനമുള്ള രാജ്യമാണോ സിംഗപ്പൂർ? അവിടെയുള്ള ഓരോ സാധാരണക്കാരനും ശരിക്കും കോടികളുടെ നിലവാരത്തിലുള്ള വരുമാനമാണോ ലഭിക്കുന്നത്? ഈ കണക്കിന് പിന്നിലെ യാഥാർത്ഥ്യം എന്താണ്? സിംഗപ്പൂരിന്റെ സാമ്പത്തിക അത്ഭുതത്തിന്റെ കഥ എന്താണ് അറിയാം. തെക്കു കിഴക്കൻ ഏഷ്യയിലെ ഒരു ചെറിയ ദ്വീപ് രാജ്യമാണ് സിംഗപ്പൂർ. 1965 സ്വാതന്ത്ര്യ രാഷ്ട്രമായി മാറുമ്പോൾ സിംഗപ്പൂരിന് മുന്നിൽ വലിയ വെല്ലുവിളികളായിരുന്നു. പ്രകൃതി വിഭവങ്ങൾ കുറവ്, വലിയ ആഭ്യന്തര വിപണിയില്ല, സ്വന്തമായി വലിയ വ്യവസായ അടിത്തറയുമില്ല. എന്നാൽ രാജ്യത്തിന്റെ നേതാക്കൾ സ്വീകരിച്ച ദീർഘകാല പദ്ധതികളാണ് പിന്നീട് സിംഗപ്പൂരിന്റെ മുഖം മാറ്റിയത്. വിദ്യാഭ്യാസം, അടിസ്ഥാന സൗകര്യം, വിദേശ നിക്ഷേപം, സാങ്കേതിക വിദ്യ, അന്താരാഷ്ട്ര വ്യാപാരം എന്നിവയ്ക്ക് വലിയ പ്രാധാന്യം നൽകി. ഇന്ന് ലോകത്തിലെ പ്രധാന സാമ്പത്തിക കേന്ദ്രങ്ങളിൽ ഒന്നാണ് സിംഗപ്പൂർ. സിംഗപ്പൂരിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് പിന്നിൽ നിരവധി ഘട്ടങ്ങളുണ്ട്. ഒന്നാമതായി, അന്താരാഷ്ട്ര ധനകാര്യ മേഖല. ലോകത്തിലെ പ്രധാന ബാങ്കുകളും ധനകാര്യ സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്ന ഒരു ആഗോള ഫിനാൻഷ്യൽ ഹബ്ബാണ് സിംഗപ്പൂർ. രണ്ടാമതായി, തുറമുഖ മേഖല. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയതും കാര്യക്ഷമവുമായ തുറമുഖങ്ങളിലൊന്നാണ് സിംഗപ്പൂരിന്റെ തുറമുഖം. ലോക വ്യാപാരത്തിന്റെ വലിയൊരു ഭാഗം ഇവിടെ കൂടെ കടന്നുപോകുന്നു. മൂന്നാമതായി, സാങ്കേതിക വിദ്യയും നവീകരണവും. കൃത്രിമ ബുദ്ധി, ഡിജിറ്റൽ സേവനങ്ങൾ, ഗവേഷണം തുടങ്ങിയ മേഖലകളിൽ രാജ്യം വലിയ നിക്ഷേപമാണ് നടത്തുന്നത്. നാലാമതായി, വിദേശ നിക്ഷേപ സൗഹൃദ നയങ്ങൾ. ലോകത്തെ പ്രമുഖ കമ്പനികൾക്ക് പ്രവർത്തിക്കാൻ അനുയോജ്യമായ അന്തരീക്ഷം സൃഷ്ടിക്കാൻ സിംഗപ്പൂർ വിജയിച്ചു. ഇനി സോഷ്യൽ മീഡിയയിലെ വൈറൽ കണക്കുകളിലേക്ക് വരാം. സിംഗപ്പൂരിലെ ഓരോ വ്യക്തിക്കും വർഷത്തിൽ 66 ലക്ഷം രൂപ വരുമാനം. ഇത് കേൾക്കുമ്പോൾ ഒരു സാധാരണ ശമ്പളമായി തോന്നാം. പക്ഷേ ഇവിടെ ഒരു പ്രധാന വ്യത്യാസമുണ്ട്. ഈ കണക്ക് സാധാരണയായി പ്രതിവ്യക്തി GDP അടിസ്ഥാനമാക്കിയുള്ളതാണ്. എന്താണ് പ്രതിവ്യക്തി GDP? ഒരു രാജ്യത്ത് ഒരു വർഷം ഉൽപ്പാദിപ്പിക്കുന്ന ആകെ സാമ്പത്തിക മൂല്യം എടുത്ത് അത് രാജ്യത്തിന്റെ ജനസംഖ്യ കൊണ്ട് ഹരിച്ചാൽ ലഭിക്കുന്ന ശരാശരി കണക്കാണിത്. അതായത് ഇത് ഓരോ വ്യക്തിക്കും ബാങ്ക് അക്കൗണ്ടിൽ ലഭിക്കുന്ന ശമ്പളമല്ല, ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക ശേഷി അളക്കാനുള്ള ഒരു സൂചിക മാത്രമാണ്. ഉദാഹരണത്തിന്, ഒരു രാജ്യത്ത് വലിയ കമ്പനികൾ, ഉയർന്ന ഉൽപാദനം, അന്താരാഷ്ട്ര വ്യാപാരം എന്നിവയുണ്ടെങ്കിൽ പ്രതിവ്യക്തി GDP ഉയർന്നിരിക്കാം. എന്നാൽ അതിന്റെ അർത്ഥം ഓരോ പൗരനും അതേ തുക വരുമാനമായി ലഭിക്കുന്നു എന്നതല്ല. സിംഗപ്പൂരിന്റെ വിജയത്തിന് പിന്നിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ദീർഘകാല ആസൂത്രണമാണ്. വിദ്യാഭ്യാസ മേഖലയിൽ വലിയ ശ്രദ്ധ നൽകി. ലോക നിലവാരത്തിലുള്ള സ്കൂളുകളും സർവകലാശാലകളും വികസിപ്പിച്ചു. മനുഷ്യ വിഭവശേഷിയെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ ശക്തിയാക്കി മാറ്റി. ഇതിനൊപ്പം അഴിമതി നിയന്ത്രണം, കാര്യക്ഷമമായ ഭരണ സംവിധാനം, നിയമപരമായ സ്ഥിരത എന്നിവയും സാമ്പത്തിക വളർച്ചയ്ക്ക് സഹായിച്ചു. ചെറിയ രാജ്യമാണെങ്കിലും ലോക വിപണിയുമായി ബന്ധപ്പെടാനുള്ള കഴിവ് സിംഗപ്പൂർ പരമാവധി ഉപയോഗപ്പെടുത്തി. എന്നാൽ ലോകത്തിലെ ഏറ്റവും ഉയർന്ന വരുമാനമുള്ള രാജ്യമെന്ന വിശേഷണം ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഏത് മാനദണ്ഡങ്ങളാണ് ഉപയോഗിക്കുന്നത് എന്നതിനെ ആശ്രയിച്ചാണ് പട്ടിക മാറുന്നത്. ചില കണക്കുകളിൽ സിംഗപ്പൂർ മുന്നിലെത്തും, മറ്റു കണക്കുകളിൽ ലക്സംബർഗ്, അയർലൻഡ്, സ്വിറ്റ്സർലാൻഡ്, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളും മുൻനിരയിൽ കാണാം. നാമമാത്ര GDP, പ്രതിവ്യക്തി GDP, വാങ്ങൽ ശേഷി തുടങ്ങിയ വ്യത്യസ്ത സാമ്പത്തിക മാനദണ്ഡങ്ങൾ ഉള്ളതിനാലാണ് ഈ വ്യത്യാസം. സിംഗപ്പൂരിന്റെ കഥ ഒരു ചെറിയ രാജ്യം എങ്ങനെ ലോക സാമ്പത്തിക ശക്തിയായി മാറാം എന്നതിന്റെ ഉദാഹരണമാണ്. പരിമിതമായ വിഭവങ്ങൾ ഉണ്ടായിട്ടും ശരിയായ നയങ്ങൾ, വിദ്യാഭ്യാസത്തിൽ നിക്ഷേപം, സാങ്കേതിക പുരോഗതി, മികച്ച ഭരണ സംവിധാനം ഇവയിലൂടെ ലോകത്തെ അത്ഭുതപ്പെടുത്താൻ സിംഗപ്പൂരിന് കഴിഞ്ഞു. അതേസമയം 66 ലക്ഷം രൂപ വരുമാനം പോലുള്ള കണക്കുകൾ കാണുമ്പോൾ അതിന്റെ യഥാർത്ഥ അർത്ഥവും സാമ്പത്തിക പശ്ചാത്തലവും മനസ്സിലാക്കുന്നത് വളരെ പ്രധാനമാണ്. ഒരു രാജ്യത്തിന്റെ സമ്പത്ത് മനസ്സിലാക്കാൻ കണക്കുകൾ മാത്രം പോരാ, ആ കണക്കുകൾക്ക് പിന്നിലെ കഥയും അറിയണം.